വളരെ സന്തോഷം. ഇപ്പോൾ നമ്മൾ ഇത് മണി ടോക്സിലെ മൂന്നാമത്തെ സംസാരമാണ് നമ്മൾ തമ്മിൽ. അതെ അതെ. അപ്പോൾ ഈവൻ ഒത്തിരി നമ്മുടെ ഓഡിയൻസ് ആയാലും വളരെ സന്തോഷത്തോടെ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. ഈവൻ ഇപ്പോൾ സാറിന് എനിക്ക് തോന്നുന്നു ഞാനായിട്ട് സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു സാറിൻ്റെ ബിസിനസ്സും അല്ലെങ്കിൽ ചാരിറ്റബിൾ വർക്കും, ഇവൻ റൈറ്ററാണ്, ഇവൻ സിനിമയിൽ പോലും അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ റെസ്പെക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളം മറക്കണ ഒരു കാര്യം വെച്ചാൽ V-Guard ലിസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഒരു 62 കോടിയോളം സമാഹരിച്ചു. എന്നിട്ട് അതിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 15,000 കോടിയായിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം 7,000 കോടിക്കടുത്ത് സാറ് ആ പൈസ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുത്തു. എന്ന് വെച്ചാൽ അവർ ഇട്ടതിൻ്റെ 104 ടൈംസ്, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയേക്കണതിൻ്റെ പേരിൽ 104 അല്ലെങ്കിൽ 110 ടൈംസ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാണെന്ന് തോന്നുന്നത് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് തോന്നുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പോൾ വണ്ടർലയാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എത്രയാണോ പൈസ ഇട്ടേക്കണം അതിനേക്കാളും ഏകദേശം ഒരു 10 ടൈംസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ 8 ടൈംസോളം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഏകദേശം 1000 കോടിക്ക് മേലെ ആളുകൾക്ക് പൈസ സമ്പാദിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എംപ്ലോയീസിനെ വിട്ടേക്കൂ, ഇൻവെസ്റ്റേഴ്സിന് മാത്രമായിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 8,000 കോടിക്ക് മേലെ സമ്പാദിക്കാനായിട്ട്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ജെഫിൻ സാറിൻ്റെ ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ബുക്ക് തന്നെ പറയണമെങ്കിൽ 2 പ്രാക്ടിക്കൽ വിസ്റ്റം. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ കൂടുതലും ആലോചിക്കുന്നത് സാറിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ സാറിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ബുക്കുകളിലായാലും ശരി വീഡിയോസിലായാലും ഒത്തിരി എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അതിൽ നിന്ന് സാറിനൊരു പ്രാക്ടിക്കൽ വിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ സാമ്പത്തികമായിട്ട് കുറേ ആളുകൾക്ക് സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ കടമുള്ള ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈസ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതെങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ V-Guardൻ്റെ ഒരു സക്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ സാറ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മാറി നിൽക്കുന്ന മക്കളാണ് കംപ്ലീറ്റ്ലി പ്രൊഫഷണലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം കമ്പനികളൊന്നും നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളില്ല. എന്നാൽ ഇവിടെ നല്ല ബിസിനസ്സുകൾ ഉണ്ടെന്നാലും. അപ്പോൾ ഈ ബിസിനസ്സുകാർ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ബിസിനസ്സുകാരും എങ്ങനെ ലിസ്റ്റിങ്ങിന് റെഡി ആവാമെന്നൊന്ന് ക്യുക്കായിട്ട് പറഞ്ഞിട്ട് നമുക്ക് സാധാരണക്കാരുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു വിഷയത്തിൽ ലിസ്റ്റിങ് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് തുടക്കത്തിൽ വലിയ ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനതിങ്ങനെ പഠിച്ചെടുക്കാൻ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ധാരാളം കമ്പനികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ കമ്പനികൾ വളർന്ന് വലുതാവുമ്പോൾ ഇടയ്ക്ക് വെച്ച് ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിയോജിത്ത് അവർ ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അത് പ്യുവർലി ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് അത്ര അടുപ്പുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ജോർജായിട്ട് പരിചയപ്പെട്ടു. കൂടുതൽ അടുത്തറിയാനായിട്ട് ശ്രമിച്ചു. എന്താണ് ലിസ്റ്റിങ്ങിൻ്റെ ഗുണം, അതിൻ്റെ ദോഷം. കാരണം ഞാൻ ബേസിക്കലി ഒരു ടെക്നിക്കൽ പേഴ്സണാണല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ സൈഡ് എനിക്ക് കുറച്ച് പുറകിലാണ് ഇപ്പോഴും. അതെ, എനിവേ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇനി കമ്പനി വളരണമെങ്കിൽ പണം വേണം. അത് 2 മാർഗമുണ്ട്. ഒന്നല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തുകൊണ്ട് ലിസ്റ്റ് ചെയ്തുകൂടാ. കാരണം എൻ്റെ ഒരു ചെറിയൊരു അഹങ്കാരമായിരിക്കാം. കാരണം ആ സമയമായപ്പോഴേക്കും V-Guard നല്ലോണം പോപ്പുലറാണ്. സൗത്ത് ഇന്ത്യ മുഴുവനും പ്രചാരമുണ്ട്, പേര് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ 2-3 ഫാക്ടറി പണിയാനുള്ള പ്ലാനുണ്ട്, പണം കണ്ടെത്തണം. അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു തുടക്കം. ആ കാര്യത്തിൽ CJ ജോർജ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് പുള്ളി അങ്ങേരായിരുന്നു ആദ്യമായിട്ട് ഒരു ഫാമിലി ബിസിനസ്സിൽ ഞങ്ങളുടെ കൂടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്.
ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യം. കാരണം വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഹാൻഡ് ഓവറിങ് ഭയങ്കര ഈസി ആയിട്ട് നടക്കും. പിന്നെ പ്രൊഫഷണൽസ് റൺ ചെയ്യുന്നുള്ളൊരു വലിയൊരു ഇപ്പം നമ്മുടെ നാട്ടിൽ ഈവൻ ഇനി സാധാരണ ഒരു കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എനിക്കും ഒരു ബ്രോക്കിംഗ് ഫേമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒത്തിരി ആളുകളടുത്ത് പൈസ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഒത്തിരി ആളുകൾക്ക് കടം നന്നായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബിസിനസ്സുകാർക്ക് നല്ല കടം ഉണ്ടാവാം, ചിലപ്പോൾ എല്ലാവർക്കും അല്ല പറയണത്, തുടക്കകാലത്ത് ചിലപ്പോൾ കടം ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവൻ ജോലി എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നന്നായിട്ട് ഇപ്പോൾ കടമുണ്ട്. ഇവൻ നമ്മൾ സാധാരണക്കാരിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് തുടങ്ങിയിട്ട് ഡെയിലി വേജസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല കടമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ പ്രാക്ടിക്കലി സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ കേരളത്തിൽ ആരോട് ചോദിച്ചാലും പറയും കേരളത്തിൽ കടം ഇല്ലാത്തവരില്ല എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധാരണ ജീവിക്കാനായിട്ട് കടം ശരിക്കും ആവശ്യമാണ്? കടം എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ എടുക്കണം, പക്ഷെ നമ്മളത് വളരെ സൂക്ഷിച്ചിട്ട് എടുക്കണം. ഏറ്റവും പരമാവധി കുറച്ച് എമൗണ്ടിൽ ഒതുക്കാൻ പറ്റിയെങ്കിൽ ഒതുക്കണം. ഞാൻ ആദ്യമൊക്കെ പറയും, എനിക്ക് തുടക്കത്തിലൊന്നും ലോൺ കിട്ടിയിരുന്നില്ല ബാങ്കിൽ നിന്ന്, ബാങ്കുകാർ മടിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, പണം ചിലവഴിക്കലൊക്കെ ഏറ്റവും പരിമിതപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അതൊരു കണക്കിന് ഉപകാരമായി. പിന്നെ എൻ്റെ ഒരു ബേസിക് നേച്ചറിൽ ഞാൻ എന്താണെങ്കിലും സൂക്ഷിച്ചേ ചിലവ് ചെയ്യുള്ളൂ. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും, അത് കമ്പനി കാര്യമാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ കാര്യമാണെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചിലവഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എല്ലാവർക്കും ഉണ്ടായാൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ പല ഫോറത്തിലൊക്കെ പറയാറുണ്ട്, ബിസിനസ് വളരണമെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പലപ്പോഴും പലർക്കും പറ്റാറുള്ളത്, ഒരു സ്റ്റേജ് കഴിഞ്ഞ് സ്ഥാപനം വളർന്ന് വലുതായി ധാരാളം ടേൺ ഓവർ ആകുമ്പോഴേക്കും അവർ ഒന്നും കൂടി ലാവിഷാവും എല്ലാം കൊണ്ടും. എന്നിട്ട് ബാങ്കാണെങ്കിൽ വാരി വലിച്ച് കടം കൊടുക്കുകയും ചെയ്യും. അത് ബ്ലഡ് ചെയ്ത് കടം കൊടുക്കുകയും ചെയ്യും. പിന്നെ അവസാനം കുറേ നാൾ കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു സെയിൽസിൽ കുറവൊക്കെ വരുമ്പോൾ പിന്നെ അത് റീപേ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു, അതൊരു ട്രാപ്പിലേക്കാവുന്നു. അത് സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, വ്യക്തികളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബാങ്കുകാർ വളരെ ഈസി ആയിട്ട് ലോൺ കൊടുക്കും, കാരണം മാസ ശമ്പളം ഉണ്ടെങ്കിൽ. പക്ഷേ അയാൾക്കൊരു ബജറ്റ് വേണ്ടേ, അപ്പോൾ അത് സൂക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പണി കിട്ടും. ഇതിൽ ഇപ്പോൾ ശരിക്കും നമ്മൾ സംസാരിക്കുന്ന ടൈപ്പ് സാറിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് ആസ്പെക്റ്റ് പല ആൾക്കാരും കൺഫ്യൂസ് ആവും. കാരണം നമ്മൾ ബിസിനസ്സിന് കട കൊടുക്കുന്നതും വേറെ, ഇൻഡിവിജ്വൽസിന് കട കൊടുക്കുന്നതും വേറെ. പല ബിസിനസ്സുകാർക്ക് ഇനീഷ്യൽ ടൈമിൽ പറ്റിപ്പോണ കാര്യം വെച്ചാൽ അവർ തന്നെയാണ് ബിസിനസ്സും അവർ തന്നെയാണ് പേഴ്സണെന്നും കൂടെയാണ് തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടി കട കൊടുക്കുമ്പോൾ സാറ് പറഞ്ഞെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടി കട കൊടുക്കുമ്പോഴും പേഴ്സണൽ കാര്യത്തിന് വേണ്ടി കട കൊടുക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സാറിൻ്റെ അഭിപ്രായം പറയാം. ഞാനെപ്പോഴും ബിസിനസ് വേറെ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വേറെ, അങ്ങനെ എപ്പോഴും കാണാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ അതിന് നമുക്ക് വലിയ എന്താ പറയുക, കോമേഴ്സ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, CA പാസ്സാവേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഒരു സാമാന്യ ബുദ്ധി, അതായത് ഈ ഒരു ഡിവിഷൻ ഇത് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ഇവിടുത്തെ ഫിനാൻസ് കറക്റ്റായിരിക്കണം, വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ അവിടുത്തെ കാര്യം വേറെ നോക്കിക്കൊള്ളണം. അല്ലാണ്ട് ഇവിടുത്തെ കുറേ ഫണ്ട് എടുത്ത് അങ്ങോട്ട് മറിച്ചു, വീട് വയ്ക്കണ സമയം വന്നപ്പോൾ കമ്പനിയിൽ ലോൺ എടുത്തിട്ട് വീട് പണി കംപ്ലീറ്റ് ചെയ്ത്, അങ്ങനത്തെയുള്ള ചില ഗുലുമാലുകളിൽ പെട്ടുപോണവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, അത് ശരിയല്ല. എപ്പോഴും നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒരു എൻ്റർപ്രണർ സക്സസ്ഫുൾ ആവുള്ളൂ. അത് ഇനിയിപ്പോൾ എൻ്റർപ്രണർ മാത്രമല്ല, ഒരു പ്രൊഫഷണലും ഭാവിയിൽ ട്രാപ്പിൽ പെടാതിരിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും എംപ്ലോയീസിൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാരെക്കാളും സേഫ് സ്റ്റേറ്റിലാണ്. കാരണം മന്ത്ലി പൈസ വരുന്നു, അതുപോലെ തന്നെ ഒരു സാലറി കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കുകാർ വിളിച്ച് പറയും ഞങ്ങൾ ലോൺ തരാമെന്നുള്ളത്. അപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ എംപ്ലോയീസ് കുറേ പേരുണ്ടാവും, ഇവർ വന്ന് ചോദിക്കണം ഞാൻ എപ്പോൾ ലോൺ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്ത് അഡ്വൈസ് ആയിരിക്കും അവർക്ക് കൊടുക്കാൻ പോകുന്നത്? ഞാൻ പറയും, പരമാവധി ലോൺ എടുക്കാണ്ട് മുന്നോട്ട് പോയാൽ അത്രയും നല്ലത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കൊരു കാര്യമായിട്ടുള്ളൊരു അസറ്റ് ക്രിയേഷനൊക്കെ ഉണ്ടെങ്കിൽ വീട് വയ്ക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ EMI അടയ്ക്കാൻ പ്രാപ്തിയുള്ള തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അത്ര വരയ്ക്ക് ലോൺ എടുക്കാം. അല്ലാതെ നമ്മൾ അതിലും സൂക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും പണി കിട്ടും. ഞാൻ ഇതിനിടയ്ക്ക്
അസുഖങ്ങൾ വരാം, അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും, ലോസ് ഓഫ് പേയിൽ പോകേണ്ടി വരും, ഇതിനൊക്കെ വന്നൂടെ? അപ്പോൾ അതുവരെ നമ്മൾ ആലോചിക്കണമെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതെ, പലപ്പോഴും നമുക്ക് കണ്ടുവരുന്നൊരു കാര്യം ചിലപ്പോൾ സാധാരണ നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് പറഞ്ഞ ക്ലാസ് എടുക്കാനൊക്കെ പോകും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ. അപ്പോൾ അവരോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് 60-70% ലോണുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും, ശമ്പളത്തിൻ്റെ 70%. അപ്പോൾ അവരുടെ ഒരു ഡ്രീമായിരുന്നു ഒരു കാറ് വാങ്ങണതും ഒരു വീട് വാങ്ങണതും. അപ്പോൾ എന്നാൽ റെൻറ്റിന് താമസിക്കുമ്പോൾ ആ റെൻറ്റ് മൊത്തം പോകുമല്ലോ എന്നുള്ളൊരു ടെൻഷനിലും ആൾക്കാർ താമസിക്കും. പക്ഷേ റെൻ്റാണെങ്കിൽ ചിലപ്പോൾ 20,000 കൊടുത്താൽ മതി, EMI ആണെങ്കിൽ 70,000 കൊടുക്കണം. അത് ചിലപ്പോൾ ഇവരുടെ ഒരു പ്രശ്നത്തിലേക്ക് വരും. ഈവൻ പലപ്പോഴും ആളുകൾ കുറേ കടമൊക്കെ എടുത്തിട്ട് വീട്ടുകാർ ജീവിച്ച് പോകും. ആ സമയത്തായിരിക്കും മക്കൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മെയിൻ ട്രെൻഡാണ് മക്കളെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുടുംബത്തിന് രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെയൊക്കെ കാലത്ത് കൂടുതലും ബാംഗ്ലൂരാണ് നമ്മൾ പോയി പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയി പഠിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമിക്ക വീട്ടിലും എനിക്ക് തോന്നുന്നത് യൂറോപ്പിലൊക്കെ പോയിട്ട് പഠിക്കുക എന്നുള്ളൊരു ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് നല്ലത്? അതിങ്ങനെ കാലം മാറുന്നതനുസരിച്ച് എന്താ പറയുക, നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും മാറും. ഫോർ എക്സാമ്പിൾ, ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ വെളിയിൽ പോയി പഠിക്കുന്നവർ വളരെ കുറവായിരുന്നു. കേരളത്തിൽ നിന്ന് തന്നെ വെളിയിൽ പോയി പഠിക്കുന്നവർ കുറവായിരുന്നു. ഞാനൊക്കെ കേരളത്തിനുള്ളിലാണ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അന്ന് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് മാറി മാറി പിന്നെ ആരും എന്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും, നഴ്സിങ്ങിന് പോലും വിദേശത്ത് പോയി പഠിക്കുന്നു, ഇത്ര രൂപ അടയ്ക്കുന്നു, അടച്ചാൽ അവിടുന്ന് ഇത്ര ശമ്പളം കിട്ടും, ആ ശമ്പളം കിട്ടുകയാണെങ്കിൽ തിരിച്ചടയ്ക്കാം, ഇവിടെയാണെങ്കിൽ ലോൺ കിട്ടും, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. കാര്യം നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളൊക്കെ വേണം എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ കണക്കിൻ്റെയും ബഡ്ജറ്റിൻ്റെയും കാര്യത്തിൽ കോംപ്രമൈസ് വരാൻ പാടില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ സാറിൻ്റെ പഠിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നാണെങ്കിലും ക്രൈസ്റ്റിൽ പോയി പഠിച്ചു, ചാലക്കുട, പിന്നെ സെൻറ്റ് തോമസിൽ നിന്ന് PG പഠിച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ 2 സ്ഥലത്തും കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. അല്ലാണ്ട് ഇത്തിരി അപ്പോൾ ആവറേജ് ആൾക്കാർക്ക് അവിടെ കിട്ടുകയുള്ളൂ. ഞാൻ കൊടുക്കലായിരുന്നു. അപ്പോൾ ക്രൈസ്റ്റിൽ അഡ്മിഷൻ എനിക്കൊന്നും കിട്ടിയിട്ടില്ല അവിടെ. അപ്പോൾ ശരിക്കും യങ്സ്റ്റേഴ്സ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കണതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഒന്ന് പറയാമോ? അല്ല, ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. കാരണം വീട്ടിൽ ചിലപ്പോൾ ധാരാളം കൃഷി ഉണ്ടാവും, ഭൂസ്വത്ത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏർപ്പാടുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇപ്പം ഞാൻ പറയും, എനിക്ക് ഇത്ര സക്സസ് ആവാൻ പറ്റിയത് എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൂടിയാണ്. അതല്ലെങ്കിൽ എനിക്കിത്ര വളരാൻ പറ്റില്ല. അതൊരു ഫൗണ്ടേഷനാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് അതുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്നല്ല. പക്ഷേ എഡ്യൂക്കേഷനും വേണം, എക്സ്പീരിയൻസും വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനല്ലേ പലരും സക്സസ്ഫുൾ ആക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ തന്നെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, അവരൊക്കെ ഒരു PG കഴിഞ്ഞു, ഒരു ബാങ്കിൽ കയറി, എന്നിട്ട് പിന്നെ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 60-ാമത്തെ വയസ്സിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ PG കഴിഞ്ഞിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ തന്നെ എനിക്ക് ആ സെയിം ബാങ്കിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ സാറ് എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട്. ആ ഒരു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിനെ കുറിച്ചിട്ട് അതെങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് പറയാൻ പറ്റും? അല്ല, നമ്മൾ വിദേശത്തുള്ള പലരൊക്കെ കേൾക്കുമ്പോൾ അവർ ചിലപ്പോൾ ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോകുന്നവരും അല്ലെങ്കിൽ MBA പഠിക്കുന്നവരെയൊക്കെ കാണാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർ ബെറ്റർ ജോബിലേക്ക് ചാടുന്നു. ഇന്ന് ഇന്ത്യയിലും അത്ര സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു ജോലി കിട്ടിയാൽ അത് മള്ളി പിടിച്ചിരിക്കുക, എന്താണ് റിട്ടയർ ചെയ്യുന്നവരേക്ക് അതുമ്പോൾ തന്നെ തൂങ്ങിക്കിടക്കുക. അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് എത്ര അറിവ് നേടുന്നോ നമുക്ക് അത്ര ഓപ്പർച്യൂണിറ്റി കിട്ടും. അറിവ് നേടാത്തോടത്തോളം കാലം ഓപ്പർച്യൂണിറ്റി കിട്ടുമില്ല, അത് ഉറപ്പ് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു എംപ്ലോയർ എന്നുള്ള നിലയ്ക്ക് ആലോചിക്കുമ്പോൾ ആരാണ് ഇൻഫോംഡ് അല്ലെങ്കിൽ
ഇൻഫർമേഷൻ ആർക്കാണ് കൂടുതൽ, അങ്ങനെയുള്ളവരല്ലേ നമുക്ക് ജോലിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും കോമ്പറ്റീഷനാണല്ലോ. അപ്പോൾ പലരും പറയും, ഇപ്പോൾ തമാശയ്ക്ക് പറയും, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുത്ത് ഊട്ടി പോവാൻ എന്നൊക്കെ പറയും. ആ ഒരു ചിന്താഗതി ആയിരുന്നു കുറേ നാളൊക്കെ. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. കുറേ പേരെങ്കിലും ഇതിനിടയ്ക്ക് എന്താ പറയുക, ജോലിയുടെ ഇടയ്ക്ക് തന്നെ പാർട്ട് ടൈം MBA ചെയ്യുന്നു, ഈവനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ എത്രയോ പേര് നമുക്കിപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ അവർ ചാടിപ്പോവും. കാരണം അവന് അത്രയും കഴിവുണ്ട്. അവന് നമ്മളറിയാണ്ട് തന്നെ ഓഫ് കോഴ്സ് അറിഞ്ഞിട്ടുണ്ട്. അവൻ പാർട്ട് ടൈം അത് പഠിച്ചു ഇത് പഠിച്ചു. അപ്പോൾ അവന് നമ്മൾ ഉയർത്തി കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ നമ്മുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അവൾ നമ്മുടെ അടുത്തുനിന്ന് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് തക്കതായ ജോലി കൊടുക്കുന്നു, പ്രൊമോഷൻ കൊടുക്കുന്നു. അങ്ങനെയല്ലേ അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഈവൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് വളരാനായിട്ട് കമ്പനി ആയിരിക്കും എഫേർട്ട് എടുക്കുന്നത്. കാരണം വെച്ചാൽ ആ കമ്പനിക്ക് വളരണമെങ്കിൽ എംപ്ലോയി വളരണമല്ല. ഈവൻ ഇപ്പം ഞാനിത് പറഞ്ഞ പെട്ടെന്ന് ഓർത്തത്, ഞാൻ സാറിൻ്റെ ഒപ്പം പണ്ട് വണ്ടർലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളുണ്ട്, നമ്മുടെ ഒരു കസ്റ്റമറാണ്. അപ്പോൾ ആള് വളരെ ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെറിയ ജോലിയിലാണ് യങ് ആയിരുന്നപ്പോൾ തുടങ്ങിയത്. അപ്പോൾ ഞാൻ സാറിനോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആൾ അവിടെ കുട്ടികളൊക്കെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ചെറിയ ജോക്കർ പോലത്തെ ഒരു ജോലിയാണ് ചെയ്തിരുന്നത്. ആളിപ്പോൾ ദുബായിൽ വളരെ സക്സസ് ആയിട്ട് ഒരു കമ്പനി സ്ഥാപനം നടത്തുകയാണ്. എനിക്കറിയാം ചാർലി. അപ്പോൾ ഇവൻ എന്നെ ആദ്യം ചാർലി വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ, എൻ്റെ സാറിനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞ കൊച്ചു സാർ. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആളുടെ കരിയർ തുടങ്ങിയത് ഇവിടുന്നാണ്. പിന്നെ ഒത്തിരി ഇൻസ്പിറേഷൻ അന്ന് ആൾ റിപ്പോർട്ട് ചെയ്തിരുന്ന മാനേജർ അടക്കം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ പോയി രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും വി-ഗാർഡ് എന്ന് പറയുന്നൊരു സ്ഥാപനം ഇവിടെ വന്നപ്പോൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ ഒത്തിരി ഡെവലപ്മെൻറ്റ് സാറിനും സാറിൻ്റെ ടീമിനും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അല്ല, അത് ഞാൻ പറയും, കഴിവുള്ളവർ എവിടെയാണ് കിടന്നാലും അവൻ എന്താ പറയുക, പതുക്കെ അതിനകത്ത് നിന്ന് ഉയർന്ന് രക്ഷപ്പെടും. അതേസമയം മടിയന്മാർ അതവിടെ കിടന്ന് ഉള്ളത് മാത്രമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ അയാൾ അത്ര വളർന്നത് എൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല, തീർച്ചയായിട്ടും. ഈ ഒരു ടൈമിൽ ഇപ്പോൾ പല ടൈമിൽ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ജോലിയിൽ അവർ നിൽക്കായിരിക്കും. എന്നാൽ അവർക്കുള്ളൊരു ടെൻഷനാണ്, അയ്യോ ഇതിൽ നിന്ന് ഇത്ര ഇൻകം വരുന്നുള്ളൂ. അപ്പോൾ അവർ ചിലപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ജോലിക്ക് പോകും. അത് ചിലപ്പോൾ ജോലിയിലിരുന്ന് തന്നെ ആയിരിക്കും അവർ പോകണം. അപ്പോൾ ശരിക്കും രണ്ട് കാര്യമുണ്ട്. ഒരു ബാലൻസ് ചില ടൈമിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഉള്ള ജോലിയിൽ ശ്രദ്ധ മുഴുവനും കൊടുക്കാൻ പറ്റൂല, എന്നാൽ മറ്റവിടത്ത് ശ്രദ്ധ കൊടുക്കണമെങ്കിൽ രണ്ടും പകുതിയാവാത്തൊരു സിറ്റുവേഷനാണ്. ചില ആൾക്കാർ ഏതാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിയിട്ട് അവർ മിടുക്കന്മാരായിട്ട് പോകും. പക്ഷേ ഈ ഒരു ജോലി നിൽക്കുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ തിങ്കിങ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കണമെന്ന് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, അതായത് കഴിവുള്ളവർ, നല്ല സ്മാർട്ടായിട്ടുള്ളവർ അല്ലെങ്കിൽ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളവരും മിടുക്കന്മാരൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അപ്പോൾ അവർ ചിലവർ ഒന്നിലും ഉറച്ചു നിൽക്കില്ല. അതേസമയം ചിലർ ഇതേ കഴിവുകളുണ്ട് പക്ഷേ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്കറിയാം, അതായത് ഓക്കെ എൻ്റെ പ്രൈം ഡ്യൂട്ടി എൻ്റെ സ്ഥാപനത്തിൽ ശമ്പളം മേടിക്കുന്ന സ്ഥാപനത്തിനോടുള്ള, അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ആ സ്ഥാപനത്തിലെങ്ങനെ വളരാൻ നോക്കുന്നു, അതിനകത്തെങ്ങനെ ഉയരാൻ നോക്കുന്നു, അങ്ങനെ ഉയർന്ന് ഞങ്ങളുടെ ഏറ്റവും ടോപ്പ് ലെവലിലൊക്കെ എത്തിയിട്ടുള്ളവരുണ്ട്. അതേസമയം ചിലർ എന്താ പറയുക, അതും ചെയ്തു ഇത് ചെയ്തു അവസാനം പിന്നെ അയാളുടെ അഡ്രസ്സ് ഇല്ലാതായി പോയിട്ടുള്ള ചരിത്രങ്ങളും ഉണ്ട്. അതെ അതെ അതെ. ഈവൻ ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ളൊരു കാര്യമാണ്, ചിലപ്പോൾ എല്ലാ യങ്സ്റ്റേഴ്സും അല്ല പറയണത്, പക്ഷേ നമുക്കൊരു കാര്യമുള്ളൂ, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൻ്റെ വേൾഡാണല്ലോ. അപ്പോൾ 1 മിനിറ്റാണ് ഇൻസ്റ്റാഗ്രാമുള്ളത്. അപ്പോൾ ഒരു പ്രോബ്ലം കാണും, 1 മിനിറ്റിനുള്ളിൽ തന്നെ പ്രോബ്ലം തീരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവരും പെട്ടെന്ന് വേണം. ഇപ്പോൾ വി-ഗാർഡിനെ നോക്കണമെങ്കിൽ 77 തുടങ്ങിയത്, 77 തുടങ്ങി. എന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ. പക്ഷേ അതിനിടയിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ടാവും.
ഈവൻ നമ്മൾ കടത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കടമൊക്കെ വന്ന് പിന്നെ ആൾക്കാർ ചിലപ്പോൾ പുറത്ത് നാട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും കടമൊക്കെ വരുമ്പോൾ പലർക്കും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വേറൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ പോയിട്ട് ഭയങ്കരമായിട്ട് റിട്ടേൺ കിട്ടുമെന്ന് പറയുമ്പോൾ ചാടിപ്പോയിട്ട് ചെന്ന് വിടാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി പോൺസി സ്കീമുകൾ നമ്മൾ കാണാറുണ്ട്. ചില ബിസിനസ്സുകാർ പറയും നിങ്ങൾക്ക് 32% അല്ലെങ്കിൽ 36% റിട്ടേൺ തരാം എന്ന് പറഞ്ഞിട്ട് പൈസ എടുക്കും. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെന്ന് പെടുന്ന ആൾക്കാരോട് സാറിന് പറയാനുള്ളതാണ്. അല്ല, അവർ എന്തുകൊണ്ട് ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അതായത് എങ്ങനെ സാധിക്കും അയാൾക്ക്, അതായത് ഈ പറയുന്ന 32% പലിശ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഏത് ബിസിനസ്സിലാണ് അത്ര ലാഭം കിട്ടുന്നത്? അല്ല, സ്മഗ്ലിങ്ങിലൊക്കെ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. അതല്ലാതെ അപ്പോൾ ഒരു അമിതമായിട്ടുള്ള പലിശ ഓഫർ ചെയ്യുന്നു, അമിതമായിട്ടുള്ള ലാഭം ഓഫർ ചെയ്യുന്ന ബിസിനസ്സുകൾ ഇന്നല്ലെങ്കിൽ നാളെ തകരും എന്നുള്ളത് അതൊരു സാമാന്യ കോമൺ സെൻസ് അല്ലേ? തന്നെയല്ല, എത്രയോ അങ്ങനത്തെ മുന്നേ ചരിത്രങ്ങൾ കിടക്കുന്നു, തകർന്ന ചരിത്രങ്ങൾ. അതായത് എത്ര പേര് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ എന്താ മലയാളി പഠിക്കാത്തത്, നീക്കെന്താ നന്നാവാത്ത എന്ന് ഏതോ സിനിമയിൽ ചോദിച്ച പോലെ എന്താ അത്രയും നാളായിട്ട് പഠിക്കാത്തതെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോവാറുണ്ട്. ഈ അടുത്ത കാലത്തും എത്രയോ തട്ടിപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്, എത്രയോ പേരുടെ പണം പോയിട്ടുണ്ട്. അവരാരും എന്താ പറയുക, ഈ ആമ്പറ്റകളെപ്പോലെ അമിത പലിശ മോഹിച്ചിട്ട് അതിലേക്ക് ആകൃഷ്ടരായിട്ട് ചിലപ്പോൾ ഭാര്യയോട് പോലും പറയാണ്ടായിരിക്കും ഭർത്താവ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനോട് പോലും പറയാണ്ട് ഭാര്യ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവസാനം ക്യാപിറ്റൽ വരെ നഷ്ടപ്പെട്ട ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഓക്കെ, പലപ്പോഴും ഇത്ര കിട്ടും എന്ന് പറയുമ്പോൾ അതിൽ ചാടും, ക്യാപിറ്റൽ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് പലപ്പോഴും നമ്മളോട് മറന്നു പോവുകയും ചെയ്യും. പക്ഷെ എങ്ങനെയാണ് ആ ബിസിനസ്സിൽ ഇത് കിട്ടാൻ സാധ്യത, അത് ഒന്ന് ആലോചിച്ചൂടെ? ഈവൻ നമ്മൾ ഇങ്ങനെ പൈസ ചില ടൈമിൽ വാങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളായിരിക്കും ഒരു ബിസിനസ് റൺ ചെയ്യണത്. ചിലപ്പോൾ അയാൾ വിചാരിക്കണ കാര്യം വെച്ചാൽ പറ്റിക്കണം എന്നുള്ളതിനേക്കാളും ഉപരി ചില ടൈമിൽ ഒരു കോൺഫിഡൻസാണ്, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്, അവർ ചിലപ്പോൾ പൈസ ആൾക്കാരെ സ്വരൂപിക്കും. എന്നിട്ട് അവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ ഈ പൈസ എനിക്ക് ട്രേഡ് ചെയ്തിട്ട് ഒരു 50%, 100% ഉണ്ടാക്കാൻ പറ്റും, അതിൽ നിന്ന് ഞാനൊരു 25% കൊടുക്കുന്നുള്ളൂ, അപ്പോൾ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ ആ ഒരു ബിസിനസ്സുകാരനോട് സാറിന് എന്താ പറയാനുള്ളത്, ഇത്തരം പൈസ വാങ്ങിയിട്ട് ഓഫർ ചെയ്ത് ആൾക്കാർ? ഞാൻ അവരെ മൊത്തത്തിൽ എനിക്ക് കാണാൻ പറ്റില്ല. അവർ ചെയ്യുന്നത് ചതിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർ സാധാരണക്കാരെ കബളിപ്പിക്കുകയല്ലേ. അവർ പ്രോപ്പറായിട്ട് ഹോംവർക്ക് ചെയ്യാണ്ട് ചുമ്മാ വലിയൊരു മനക്കോട്ട കെട്ടിയിട്ട്, അതായത് ഒരു ഡ്രീം ഒരു പ്രോജക്റ്റൊക്കെ ആലോചിച്ചിട്ട് ഇത്ര സാധിക്കും, അത് എങ്ങനെ സാധിക്കുന്ന എന്തുകൊണ്ട് അയാൾ മനസ്സിലാക്കുന്നില്ല. അത് തന്നെയല്ല, അത് ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം അയാൾ മറ്റുള്ളവരുടെ പണം യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണ്ടേ യൂസ് ചെയ്യാനായിട്ട്? സാധാരണക്കാരൻ്റെ പണമല്ലേ കബളിപ്പിക്കപ്പെട്ട് പോകുന്നത്. ഇയാൾ കുറച്ച് നാൾ ജയിലിൽ കിടക്കുമായിരിക്കും, പിന്നെ ജാമ്യം കിട്ടും. ഈവൻ ഞാൻ ഇത് ചോദിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പല ആൾക്കാർക്കും ഏതൊരു ബിസിനസ്സുകാർക്കും ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ് കാണുന്ന എല്ലാ യങ്സ്റ്റേഴ്സിനായാലും എല്ലാവർക്കും ഒരാഗ്രഹമായിരിക്കും ഫണ്ട് എടുക്കണം എന്നുള്ളത് ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഫണ്ട് എടുക്കുന്ന ടൈമിൽ ഡെഫിനറ്റ്ലി സാറിൻ്റെ ഉത്തരം എനിക്കറിയാം, പക്ഷേ പല ആൾക്കാരെയും വെച്ചാൽ ഈ ഫണ്ട് എടുത്തിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ ചിലപ്പോൾ തിങ്ക് ചെയ്യാം. ഇപ്പോൾ IPO എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡ്രീം വെച്ചാൽ IPO ആയിക്കഴിഞ്ഞാൽ കുറേ കാശ് കിട്ടും, ഞാൻ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വീഗാർഡിൻ്റെ ഒരു കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 62 കോടി കിട്ടിയിട്ട് സാറിന് ആ ടൈമിൽ വെൽത്താണ് കിട്ടിയത്, റെസ്പോൺസിബിലിറ്റിയാണ് കിട്ടിയത്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ നിന്ന് എന്താ പറയുക, കടമായിട്ടെടുത്താലും അല്ലെങ്കിൽ ഷെയറായിട്ട് പിരിച്ചാലും അതൊരു ഒരു ബാധ്യത തന്നെയാണ്. അതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ ജോലിയാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഓഫീസിലൊക്കെ പറയാറുണ്ട്, അതായത് നമ്മളൊരു പ്രൊജക്ഷൻ കൊടുക്കുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആവണം. ഈവൺ കുറച്ച് ഓർത്തഡോക്സ് ആയാലും വരാവില്ല, നമ്മൾ അമിതമായിട്ടുള്ള പ്രൊജക്ഷൻസ് കാണിക്കരുത്. എന്തിനാണ് അങ്ങനെ അമിതമായിട്ടുള്ള പ്രൊജക്ഷൻ കാണിച്ചിട്ട് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്നു? അതൊരിക്കലും ശരിയല്ല. കാരണം നമ്മൾ പിന്നീട് കൂടുതൽ കഴിവ് തെളിയിച്ച് കാണിക്കുക വേണ്ടത്. അല്ലാണ്ട് ആദ്യം
ഒറ്റയടിക്ക് ഇപ്പോൾ പല ചെറുപ്പക്കാരും ഈ സ്റ്റാർട്ടപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുന്ന് ഫണ്ട് കളക്ട് ചെയ്തു, ഇവിടുന്ന് ഫണ്ട് കളക്ട് ചെയ്തു, ചില ഏഞ്ചൽ ഫണ്ടിങ് ഒക്കെ നടക്കുന്നു. എന്നിട്ട് അവസാനം കുറേ നാൾ കഴിയുമ്പോൾ ഇവർ അഡ്രസ്സ് ഇല്ലാണ്ടായി പോകുന്നു. അപ്പോൾ ഞാൻ ഇത്തരം ഫോറത്തിലൊക്കെ ഞാൻ പറയും, ദയവീത് നിങ്ങളുടെ ഭാവി കളയല്ലേ. കാരണം എന്താ പറയുക, നല്ല എഡ്യൂക്കേറ്റഡാണ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, അയാൾക്ക് വേണമെങ്കിൽ ഒരു നല്ല ജോലി കിട്ടുമായിരുന്നു. അതിന് പകരം ഒരു ഡ്രീമിൻ്റെ പുറകെ പോയി അതിൻ്റെ എന്താ പറയുക, അവസാനം അത് കുളമായി, പിന്നെ എങ്ങും അല്ലാണ്ടായി പോയിട്ടുള്ള എത്രയോ ചരിത്രമുണ്ട്. ഞാൻ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം ഉണ്ടായില്ലേ. അല്ല ശരിയാണ്, ഒത്തിരി അവർ വിചാരിക്കും സക്സസ് ആയി നടക്കുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. അതെ, നമ്മൾ അതിന് മൾട്ടിഫോൾഡ് വർദ്ധിപ്പിക്കുക. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതിന് നമുക്കൊരു ബേസും കൂടിയും വേണേ, അതായത് ഫൗണ്ടേഷനും വേണം, അതിനനുസരിച്ചുള്ള ആളുകൾ വേണം. അല്ലാണ്ടൊന്നൊരു സ്ഥാപനം, ഞാനും കുറച്ച് കൺസർവേറ്റീവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഞാൻ 48 വർഷം എടുത്തു ഇതുപോലെ ആവാനായിട്ട്. അത് മോശമാണ്, അത്രയൊന്നും എടുക്കാൻ പാടില്ല ഇപ്പോഴത്തെ കാലത്ത്. ഏതൊരു മനുഷ്യനും നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വെൽത്ത് ക്രിയേറ്റിനോടൊപ്പം നോക്കേണ്ട കാര്യമാണ് ഹെൽത്ത് നോക്കാന്നുള്ളത്. കാരണം ഇപ്പോൾ സാറിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്, ഈവൻ ഇത് നോക്കുകയാണെങ്കിൽ 48 വർഷം എടുത്തു എന്ന് പറയുന്നത്. പക്ഷേ ആ ഫസ്റ്റ് 20 വർഷമൊക്കെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്തതിൻ്റെ പേരിലായിരിക്കും പിന്നെ അവിടെ നിന്ന് ഭയങ്കര മൾട്ടിഫോൾഡായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻസ് ബിസിനസ് നടത്തുന്ന ടൈമിൽ നമ്മൾ ഒരു ആസ് എ പേഴ്സൺ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സക്സസ് ആവാനായിട്ട്? ഇതേ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, ഇതിൻ്റെ ഒരു കോമ്പിനേഷനല്ലേ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പലതിൻ്റെയും ഒരു കോമ്പിനേഷനല്ലേ അയാളെ സക്സസ്ഫുൾ ആക്കുന്നത്. കാരണം ചിലവർക്ക് ധാരാളം പണം ഉണ്ടാക്കാൻ പറ്റി, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ ആരോഗ്യം പോയി, അപ്പോഴും എന്ത് ഗുണം? ചിലവർക്ക് എന്താ പറയുക, പണം ഉണ്ടാക്കാൻ പറ്റി, മനസ്സമാധാനം ഇല്ലാണ്ടായി, അപ്പോഴും പ്രശ്നം തന്നെ. അപ്പോൾ തിരിച്ചു ചിന്തിക്കുമ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനല്ലേ, ബാലൻസിങ് അല്ലേ. കാരണം പണമില്ലാതെ ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കില്ല, അത് ഷുവർ തന്നെ. അതോടൊപ്പം ഞാൻ പറയും, എൻ്റെ ആരോഗ്യം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല, എൻ്റെ രാത്രി ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. ഓഫ് കോഴ്സ് പണമില്ലാതെ ലോകത്ത് മുന്നോട്ട് പോവില്ല. അതേമാതിരി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലവർക്ക് സമൂഹത്തിലൊരു സ്ഥാനം, ഒരു സൽപ്പേരില്ലാതെ, അതായത് വളരെ അറഗൻ്റാണ്, ചീറ്റിങ്ങാണ്, ഒരുപാട് പേര് പണം തട്ടിച്ചിട്ടുണ്ട്, അങ്ങനെയും പണം ഉണ്ടാക്കാൻ വേണമെങ്കിൽ. അപ്പോൾ സമൂഹത്തിലൊരു സൽപ്പേരില്ലാതെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനല്ലേ ഒരാളെ സക്സസ് എന്ന് നാട്ടുകാർ വിധി എഴുതുന്നത് എന്ന് തോന്നാറുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചില ആൾക്കാർ പറയും നമ്മൾ ഓഫീസിൽ കുറേ നേരം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പറയണമെങ്കിൽ എനിക്ക് ആ 9 to 6 വർക്ക് ചെയ്തൊരു മടുത്തു. അപ്പോൾ സാറിൻ്റെ ഇപ്പോഴത്തെ അല്ല, ഒരു ഇനീഷ്യൽ ടൈം, ഒരു ബിസിനസ് പീക്കിൽ നിൽക്കുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിങ്ങോട്ട് എന്താ പറയുക, നമ്മൾ കഷ്ടപ്പെട്ട് എന്താണെന്ന് അറിയാണ്ട് നമ്മളിങ്ങനെ സക്സസ്സിലേക്ക് പോകണ ഒരു ടൈമുണ്ടല്ലോ, ആ ടൈമിലൊക്കെ സാർ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുമായിരുന്നു? ഈ ഉറക്കവും ഞാൻ പറയും, ഒരു എൻ്റർപ്രണർ ഈസ് ഓൺ ഡ്യൂട്ടി 24 hours. അയാളുടെ ഏത് ചിന്തയും പെട്ടെന്ന് അയാളുടെ ബിസിനസ്സിലേക്ക്, റെസ്പോൺസിബിളായിട്ടുള്ളൊരു എൻ്റർപ്രണറാണെങ്കിൽ അതിലേക്ക് വഴുതി മാറും. ചിലപ്പോൾ വല്ല വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യായിരിക്കും, ഫങ്ഷൻ അറ്റൻഡ് ചെയ്യായിരിക്കും, എന്നാൽ പോലും ചില കാര്യങ്ങളിങ്ങനെ അതെന്ത് ചെയ്യാൻ പറ്റും, ഇതെന്ത് ചെയ്യാൻ പറ്റും, ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ തുടക്കത്തിലൊക്കെ ഞാൻ പറയും, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്സാണ്, സെക്കൻഡ് പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എഗെയിൻ ബിസിനസ്സാണ്, തേർഡ് പ്രയോറിറ്റിയൊക്കെയാണ് ഫാമിലിക്കോ അല്ലെങ്കിൽ സോഷ്യലൈസിങ്ങിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. പക്ഷേ ഭാഗ്യത്തിന് സ്ഥാപനം വളർന്നു, അപ്പോൾ അതോടൊപ്പം കുറേ മാനേജേഴ്സും വളർന്നു, കുറേ സബോർഡിനേറ്റ്സ് വളർന്നു. അങ്ങനെ അവർക്ക് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക്
മാറി ചിന്തിക്കാൻ പറ്റി. ഒരൊറ്റ കാരണം കൊണ്ടാണ് വണ്ടർലേക്ക് തുടങ്ങാൻ സാധിച്ചത്. അതല്ലാതെ എല്ലാം എൻ്റെ തലയിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എന്താ പറയുക, അത് ഈ എൻട്രപ്രണർഷിപ്പ് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതൊരു വളരെ ഒരു പെക്യുലിയറാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലരെ കാണുമ്പോൾ നമുക്ക് വളരെ അൺഅസ്യൂമിങ് ആയിട്ടുള്ളവരെ കാണാം, പക്ഷെ അവർ അധികം സൈലൻ്റാണ്. പക്ഷേ എന്നിരുന്നാലും കാര്യങ്ങൾ എല്ലാം വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ചിലർ ഭയങ്കര വാചകടിക്കാരാണ്. പക്ഷെ ആദ്യമൊക്കെ കുറച്ച് ഷൈൻ ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ അവരെ പറ്റിയുള്ള മതിപ്പ് പുറകോട്ട് പോയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ആരെയും കുറ്റം പറയല്ല. ഇപ്പോൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ സാറിൻ്റെ കാര്യം ചോദിച്ചോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ടീം മെമ്പേഴ്സ് എങ്ങനെയാവണം എന്നുള്ളത്. അപ്പോൾ ഒരു ടീം, ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നമ്മുടെ ടീം മെമ്പേഴ്സ് എത്രമാത്രം ഒരു ദിവസം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കാരണം ഇപ്പോൾ ഒരു ഭയങ്കര ഡിബേറ്റ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ചില ആൾക്കാരോട് 90 മണിക്കൂർ ഒരാഴ്ച വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ സാറിന് പറഞ്ഞൊരു ഐഡിയലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആവശ്യം മാത്രമല്ല, അദ്ദേഹം സക്സസ് ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്ര മണിക്കൂർ ഒരു ദിവസം ചിലവാക്കണം? അല്ല, അത് നമുക്ക് വേണ്ടത് എത്ര മണിക്കൂർ എന്നുള്ളതല്ല, അവരുടെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം. അവർ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ ജോലി ചെയ്തോളും, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറയും, അവർ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഉഴപ്പി കറങ്ങി നടന്ന് ടൂറ് പോയി അല്ലെങ്കിൽ ജോലി അടിച്ച് നടന്ന് അവരും അതൊക്കെ കണ്ട് അതുപോലെ ആവർത്തിച്ചു എന്ന് വരാം. അതേസമയം നമ്മളുടെ ഏത് സ്ഥാപനത്തിൽ അങ്ങനെയായിരിക്കും. ഒരു കൾച്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് തന്നെയാണ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ആ റെസ്പോൺസിബിലിറ്റി തീർത്തിട്ട് അടുത്ത കാര്യത്തിലേക്ക്, അവരുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് വരെ കിടക്കുകയുള്ളൂ. പക്ഷേ അതവർ വീട്ടിലിരുന്നായാലും ചെയ്യും. ഇന്നത്തെ കാലത്ത് വീട്ടിലിരുന്നിട്ട് വെറുതെ ചെയ്യാമല്ലോ. ചിലപ്പോൾ കൊച്ചിന് സുഖമില്ലാത്ത കാരണം കൊണ്ട് നേരത്തെ വീട്ടിൽ പോകേണ്ടി വരുമായിരിക്കാം, അല്ലെങ്കിൽ വൈഫിന് സുഖമില്ലാത്ത കാരണം കൊണ്ട് നേരത്തെ പോകേണ്ടി വരുമായിരിക്കും. പക്ഷേ അയാൾ സ്റ്റിൽ ഓൺ ഡ്യൂട്ടിയാണ്. കാരണം അയാളെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. അതെ, ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എൻ്റർപ്രീനറും ഇതാവണം, അദ്ദേഹം റോൾ മോഡലാവണം, അതേമാതിരി ഒരു ടീം ഓഫ് ആളുകൾ ഉണ്ടെങ്കിലുള്ള കാര്യം. തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരിക്കലും ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്, എത്ര കഴിവുള്ള ആളാണെങ്കിലും. അതേസമയം നമ്മുടെ കൂടെ നമുക്ക് വിശ്വസിക്കാവുന്ന 10 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ 10 ഇരട്ടി കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും, കണ്ണടച്ചേൽപ്പിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എന്നിട്ട് നമ്മുടെ ആൾക്കാരോട്, തൊട്ടടുത്തുള്ള ആളുകളോട് പറയും, ഞാൻ നിങ്ങളെ 10 പേരെ ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ, എനിക്കത്രേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ വേണം നിങ്ങളുടെ താഴെയുള്ള 10 പേരെ കവർ ചെയ്യാനായിട്ട്, ശ്രദ്ധിക്കാനായിട്ട്, മോട്ടിവേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും, ഈവൺ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ, അല്ലെങ്കിൽ പലർക്കും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അവർക്ക് തോന്നണം, അതായത് ഓക്കെ എൻ്റെ ഇമ്മീഡിയറ്റ് ബോസ്, അതായത് ഞാനല്ല, അയാളാണ്, മറ്റേ മാനേജറാണ്, അയാളോട് അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവണം. എന്നാലേ ഒരു സ്ഥാപനം വളരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഇത് നോക്കുന്ന ടൈമിൽ, ചില ടൈമിൽ നമ്മൾ വിചാരിക്കും ഹാർഡ് വർക്കിംഗ് ഒക്കെ ഓക്കെ, പക്ഷെ എന്നാലും നമുക്ക് ഒരു ലക്ക് വേണം, അല്ലെങ്കിൽ ഭാഗ്യം വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കാലത്ത് നടക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരു സ്ഥാപനം ഓപ്പൺ ആയിട്ടില്ലെങ്കിലും ലോട്ടറി കട തുറന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഫണ്ട് മാനേജേഴ്സിനെയൊക്കെ കാണുമ്പോൾ എന്നോട് അവർ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് കേരളത്തിൽ നിന്ന് കിട്ടാനായിട്ട് ഏറ്റവും ഈസിയാണ്. കാരണം വെച്ചാൽ അവിടെ ലോട്ടറി ടിക്കറ്റ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ലോട്ടറി എടുത്തിട്ട് പണക്കാരനവിടെ ലോട്ടറി എടുത്ത് രക്ഷപ്പെട്ടതിനെ കുറിച്ചിട്ട് സാർ എന്താണ് പറയാനുള്ളത്? ഞാൻ പറയും, ഗവൺമെൻറ്റാണ് അവരെ പറ്റിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് എത്ര പേർക്ക് പ്രൈസ് അടിക്കും? നമ്മളെല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരല്ലേ. അതായത് 0.01% ആൾക്കല്ലേ പ്രൈസ് അടിക്കുന്നുള്ളൂ അല്ലേ? അതും ഫസ്റ്റ് പ്രൈസിൻ്റെ ആ തുകയുടെ വലിപ്പം കണ്ടിട്ടല്ലേ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നത്.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ടിക്കറ്റ് എടുത്തിട്ടില്ല. അത് വീഗാർഡ് തുടങ്ങുന്നതിന് മുമ്പും ഞാൻ വളരെ ചെറുതായിരുന്നപ്പോഴും ആ ഒരു ഹാബിറ്റ് എനിക്കില്ല. കാരണം അതിൻ്റെ സാധ്യത വളരെ, അതിൻ്റെ ഒരു എന്താ പറയുക, പ്രോബബിലിറ്റി വളരെ കുറവല്ലേ. പിന്നെ എന്തിനാണ് അതിന് പണം ചിലവഴിക്കുന്നത്? എത്രയോ പേരുടെ പൈസ അങ്ങനെ പോകുന്നു. അതേമാതിരി ചിലർ ഇതിൻ്റെ അപ്പുറമുണ്ട് ഗാംബ്ലിങ്. ഇന്നിപ്പോൾ ഓൺലൈൻ ഗാംബ്ലിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ പണം കളയുന്നവരുണ്ട്. അത് എന്തൊരു ശുദ്ധ മണ്ടത്തരാണെന്നേ പറയാൻ പറ്റുള്ളൂ. അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഞാൻ അവയർനെസ് പ്രോഗ്രാമായിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് ഒരു വലിയ ഓഫീസിൽ പോയേക്കാം. അപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ട് പൈസ കളക്ട് ചെയ്യത്രേ, എന്നിട്ടാണ് ലോട്ടറി എടുക്കണത്. അതൊരു രസം. അവർ പറഞ്ഞ വെച്ചാൽ പ്രോബിലിറ്റി കൂടുതലാന്ന് പറഞ്ഞത്. കാരണം ഒന്നിച്ച് വലിയ പൈസ എല്ലാം കയ്യിലിരിക്കണം, എന്നിട്ട് അതിന് ഒന്നിച്ച് ടിക്കറ്റ് വാങ്ങും. അപ്പോൾ അതടിക്കാനുള്ള ചാൻസ് തന്നെ ചിലർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമോ, ഇത്രയും നാൾ എത്ര രൂപ നിങ്ങൾ കളക്ട് ചെയ്തു, എന്നിട്ട് എത്ര രൂപ മൊത്തത്തിൽ കിട്ടി, അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ ഗാംബ്ലിംഗ് സെൻറ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോട്ടറി ആയിക്കോട്ടെ, അത് നടത്തുന്നവരല്ലേ ലാഭടിക്കുന്നത്, അല്ലാതെ ഈച്ച് ഇൻഡിവിജ്വൽസിനല്ലേ പോകുന്നത്. പിന്നെ അപൂർവം ഒരാൾക്ക് പ്രൈസ് അടിച്ചു, അയാൾ കോടീശ്വരനായി പണക്കാരനായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഗവൺമെൻറ് അങ്ങനെ ആൾക്കാരെ ചതിക്കരുതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നല്ല എഡ്യൂക്കേഷനുള്ളവരാരും വിവരമുള്ളവരാരും അവരെ പണം പോകുന്നില്ല, സാധാരണക്കാരുടെ പണമാണ് പോകുന്നത്. സാറേ, ഇതേപോലെ തന്നെ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഫാമിലി, ഫാദറും മദറും ഒക്കെ നന്നായിട്ട് പൈസയൊക്കെ സമ്പാദിക്കുന്നു. ചിലപ്പോൾ അവർക്കൊരു 10 കോടിയോ ഈവൻ ചിലപ്പോൾ ഒരു 10-30 കോടിയൊക്കെ ഉണ്ടാവാം. ഒരു 10 കോടിയൊക്കെ സാധാരണ ഒരു നന്നായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ അക്യുമുലേറ്റ് ചെയ്യാവുന്ന പൈസ, അവർ 60-70 വയസ്സൊക്കെ ആ പൈസ ഉണ്ടാവും. പക്ഷേ ചില ടൈമിൽ ഈ കുട്ടികൾക്ക് യാതൊരുവിധ ഫിനാൻഷ്യൽ നോളജും ഇല്ലാണ്ട് ഒറ്റയടിക്ക് ചിലപ്പോൾ പൈസ കിട്ടുന്നൊരവസ്ഥ വരും. ചിലപ്പോൾ അതിലൊരു ബില്ല് പോലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും പറ്റുമായിരിക്കും, ഒറ്റയടിക്ക് ആ പൈസ ഇവരെടുത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ലോട്ടറി കിട്ടണം ആ ടൈമിൽ. അതെ 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 അതെ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആ പൈസ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് ചിലപ്പോൾ അയാൾക്ക് കിട്ടുന്ന മാസത്തിൽ 1 ലക്ഷം രൂപ ശമ്പളമായിരിക്കും. പക്ഷേ 1 ലക്ഷം ശമ്പളം ഒരു 25 വയസ്സുകാരൻ നല്ല ശമ്പളം. പക്ഷേ അയാൾക്ക് 12 ലക്ഷം മാക്സിമം ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം അയാളുടെ ആനുവൽ CTC അതാ. ആ ടൈമിലാണ് ഒറ്റയടിക്ക് ഒരു 10 കോടി കൈ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉടനീളം ഉള്ളത് തന്നെയാണ്. ഈ സക്സഷൻ പ്ലാൻ അല്ലെങ്കിൽ എങ്ങനെ പാരൻസ് കുട്ടികളെ പൈസനെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് പറയുന്നത് സാറിൻ്റെ ക്യുക്ക് ആയിട്ടുള്ള അഡ്വൈസ് എന്താ? ഞാൻ ഫിനാൻസിനെ പറ്റി എന്നെ പഠിപ്പിച്ചത് എൻ്റെ പാരൻസ് തന്നെയാണ്. കാരണം അവർക്ക് ആക്ച്വലി വീട്ടിൽ പണം ധാരാളം ഉണ്ടായിരുന്നു, അതായത് ധാരാളം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ തൊടിയിക്കില്ല എന്ന്, അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും മിനിമം, അതായത് ജസ്റ്റ് ഹാൻഡ് മാത്രമേ തരുവുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഒരു വാച്ച് വാങ്ങിച്ചതെന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അതായത് അതേസമയം എത്രയോ പേർക്ക് SSLCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ വാച്ച് ഉണ്ടായിരുന്നു. നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട, നീ 10ാം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സായാൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഒരു വാച്ച് തന്നെ എന്ന് ഓഫർ ചെയ്യുന്നത്. അതെന്താ കാലം. എനിവേ അതുപോലെ ആ പണമുണ്ടെങ്കിലും നമ്മൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഫാദറും മദറും ഭയങ്കര പിശുക്കരായിരുന്നു. അതല്ല കാര്യം. പണം സൂക്ഷിച്ച് ഉപയോഗിക്കുക. പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പേരൻസാണ്. ഞാൻ ഈ ഒരു കേസിൽ ഞാൻ സാറിൻ്റെ ഇപ്പോൾ കുട്ടികളെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞപ്പോൾ മക്കളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ സാറ് എൻ്റെ ഇതിൽ നിന്ന് ഇപ്പം 2 പേരും, ഒരാൾ വീഗാർഡ് നോക്കണം, ഒരാൾ വണ്ടർല നോക്കണം. അപ്പോൾ സാറിൻ്റെ ഒരു ക്വാളിറ്റി അവർക്ക് എന്താണ് കിട്ടിയെന്ന് സാറിന് തോന്നിയിട്ടുള്ളത് എന്താണ്? അത് എൻ്റെ ചില ക്വാളിറ്റി അവർക്ക് കിട്ടിയെങ്കിൽ അവർക്ക് നല്ലത് അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനിങ്ങനെ നിർബന്ധിക്കാറില്ല, അധികം ഉപദേശിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കണ്ടു പഠിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ കണ്ടു പഠിക്കാം. അല്ലാതെ
വിളിച്ചിരുത്തിട്ട് ഉപദേശിക്കലോ ഒന്നും ഇല്ല. പക്ഷേ ഒരു കാര്യങ്ങൾ സോ ഫാർ സോ ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. അത്രയൊക്കെ പറയുള്ളൂ ഞാൻ. കാരണം കാലം തെളിയിക്കട്ടെ. ഓക്കെ. പക്ഷേ എന്നാലും ഒരു ടൈം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇത് അവരെ ഫുള്ളായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ മൂമെൻ്റ് എപ്പോഴായിരുന്നു ഓക്കെ ഇവർ അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ അനലൈസ് ചെയ്യും. അതായത് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഫാദർ ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നല്ല സ്ട്രിക്റ്റായിരുന്നു. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ആ സ്ട്രിക്ട്നെസ് കുറച്ചും കൂടി ഒന്ന് അങ്ങേരെ അഴച്ചു, കുറച്ചും കൂടി ഫ്രീഡം തന്നു. പിന്നെ ആൾക്ക് മനസ്സിലായി ഞാനങ്ങനെ പണം ദൂർത്തടിക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾ കുറച്ച് ലിബറലായി എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കണക്ക് ചോദിക്കാറേ ഇല്ല. പിന്നെ ബിസിനസ് തുടങ്ങി. അതിലും ഞാൻ പച്ച പിടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്നോട് പറയാറുള്ളത്, നിനക്കൊക്കെ എന്നെക്കാളും പഠിപ്പുണ്ടല്ലോ, ലോകപരിചയമുണ്ടല്ലോ, എന്തൊക്കെയാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ ചെയ്തോ എന്ന് മാത്രമേ പറയുള്ളൂ. അതായത് ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ ഇട്ട് തരും. അത്രയൊക്കെ എനിക്കും പറയാനുള്ളൂ. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് ടെംപ്റ്റേഷൻസ് ആർ പ്ലെൻറ്റി. അത് നമ്മൾ എന്താ പറയുക, ഉയരത്തിലിരിക്കും തോറും വീഴ്ചയുടെ അഗാധം കൂടുകയും ചെയ്യും. എനിവേ, അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓക്കെ. എനിക്കിപ്പോൾ സാറിപ്പോൾ ഇപ്പോഴും സാറിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അച്ഛനെ ബഹുമാനിക്കുന്നത് ഇത്തിരി കുറവാണെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എനിക്ക് തോന്നുന്നു ഇത്രയും നേരം സംസാരിച്ചാൽ ബിഗ് ലെസൺ ഞാൻ എടുക്കുന്നത് ഈ ഒരു റെസ്പെക്റ്റ് സാറ് ഫാദറിന് കൊടുക്കണതും ഈ ഒരു ഹമ്പിൾനെസ് ആയിരിക്കാം ശരിക്കും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനും ഓർത്തു, അതായത് മക്കൾ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ട് 5 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, 15 കൊല്ലം കഴിഞ്ഞു. ഇനി ഞാൻ എന്തിനാണ് അവരെ കൺട്രോൾ ചെയ്യണേ? അവർ നടത്തട്ടെ. അപ്പോൾ അങ്ങനെ വന്നാണ് ഞാൻ എൻ്റെ ഒരു 60-ാമത്തെ വയസ്സിലാണ് ഇതൊക്കെ അവർ നേരിട്ട് നടത്തിക്കോളാൻ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അവർ തന്നെയാണ് അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഞാൻ ബോർഡിലുണ്ടായിരുന്നു ആദ്യമൊക്കെ, ഇപ്പം അതുമില്ല. എനിവേ, അപ്പോൾ അവരും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇനി പഠിച്ചില്ലെങ്കിൽ എന്നാൽ പഠിക്കുക. ഓക്കെ. ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫിലാണെങ്കിലും വൈഫ് ഭയങ്കര ക്രിട്ടിക്കൽ ഫാക്ടറാണല്ലോ. അവരാണല്ലോ നമ്മളെ ഓരോ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യണതും സപ്പോർട്ട് ചെയ്യണതൊക്കെ. അപ്പോൾ സാറിൻ്റെ ഈ സക്സസ്സിൽ ഇപ്പോൾ ഷീല മാമിനോട് ഒരു 1-2 കാര്യത്തിൽ താങ്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലായിരിക്കും സാറിനെ സപ്പോർട്ട് ചെയ്തത്? പർട്ടിക്കുലറായിട്ട് റീസൺ പറയാനാണ്. ഷീല കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പറയും, അവരുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അതായത് അവരെ സ്കൂളിൽ കൊണ്ടുപോകണമെന്നോ, അല്ലെങ്കിൽ സ്കൂളിലത്തെ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ സ്കൂളിലെ ഹോംവർക്കിനെ പറ്റിയോ, അല്ലെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്തിരുന്നത് ഷീല തന്നെയാണ്. ആക്ച്വലി അവർ 12th കഴിഞ്ഞിട്ട് ബാംഗ്ലൂരായിരുന്നു പിന്നീട് പഠിച്ചത്. ഒരാൾ എൻജിനീയറിങ്ങിന്, മറ്റേ ആൾ കോമേഴ്സിനും. അപ്പോൾ ബാംഗ്ലൂർ രണ്ടുപേരും പോയതിന് ശേഷമാണ് ഷീല ബിസിനസ്സിലേക്ക് കിടക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്ത് നോക്കിക്കോ, കാരണം ബുദ്ധിമുട്ടൊന്നും അറിയട്ടെ. അപ്പോൾ അല്ല, അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണല്ലോ എല്ലാ വീടുകളിലും നടക്കുന്നത്. ആൻഡ് ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇപ്പോൾ വി സ്റ്റാർ തുടങ്ങി മാം ഇപ്പോൾ വളരെ ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ്. എനിക്ക് തോന്നുന്നു നാഷണൽ വൈഡ് ഇപ്പോൾ ഒരേ ക്രിക്കറ്റ് പ്ലെയേഴ്സിനെയൊക്കെ വെച്ചിട്ടൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് എങ്ങനെ നോക്കി കാണുന്നത്? ഹൗ പ്രൗഡ് ആർ യു ആസ് എ ഹസ്ബൻഡ്? പറയാറുണ്ട്, അതായത് എനിക്ക് ഫാഷൻ അല്ലെങ്കിൽ ഡ്രസ്സ് അതിനെപ്പറ്റി എനിക്ക് യാതൊരു പിടിയില്ല. അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഫിനാൻസ് പമ്പ് ചെയ്ത് ആ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് മാത്രം. ദെൻ കാരണം എനിക്കറിയില്ല. അപ്പോൾ അപ്പോഴേക്കും ഭാഗ്യത്തിന് പിള്ളേർ വലുതായിട്ടുണ്ടായിരുന്നല്ലോ.
അവരോടൊക്കെ ചോദിക്കുക, കാരണം അവർ ഇപ്പോഴത്തെ പുതിയ തലമുറയല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചില്ല, അപ്പോൾ കൂടുതലും നമ്മൾ പൈസ എങ്ങനെ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്താണ് സാറിന് നമ്മുടെ ഓഡിയൻസിനുള്ള ഫൈനൽ അഡ്വൈസ്? അവരുടെ ലൈഫിൽ ഇൻകം എങ്ങനെ മാനേജ് ചെയ്യാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു നല്ലൊരു റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത് സമാധാനത്തോടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊരു ഫൈനൽ അഡ്വൈസ് എന്താണ്? അല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫൈനൽ അഡ്വൈസ് തരാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ എന്നിരുന്നാലും ഞാനിങ്ങനെ പലതും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അതായത് നമുക്ക് ഫിനാൻസിനെ പറ്റി, അതായത് ഇപ്പോൾ എന്ത് ജോലി ചെയ്യുന്ന ആളായാലും ശരി, ചിലർ എൻജിനീയറായിരിക്കാം, ചിലർ ബാങ്ക് മാനേജറായിരിക്കാം. ബാങ്ക് മാനേജേഴ്സിനാണെങ്കിൽ പിന്നെയും അതിനെപ്പറ്റിയൊക്കെ നല്ല പിടിയുണ്ടായിരിക്കും. പക്ഷേ ചില IT മിടുക്കന്മാരായിട്ടുള്ള നല്ല ആ ലൈനിൽ അല്ലെങ്കിൽ വലിയ PhD ഒക്കെ ഉള്ളവരായിരിക്കും. അവരൊക്കെ മണ്ടത്തരത്തിൽ പോയി ചാടുന്നുണ്ട്. എനിവേ, അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഫിനാൻഷ്യലി ഇത്ര എന്താ പറയുക അവയർനെസ് ഇല്ലേ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തന്നെയല്ല, ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് പീരീഡിൽ നമുക്ക് പണം ആവശ്യമുണ്ടാകും. അത് എത്രയാണ് വേണ്ടി വരിക എന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ എന്താ പറയുക, ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴും നമുക്കൊരു അസസ്മെൻറ്റ് വേണം. അല്ലാത്തവർക്കൊക്കെ പണി കിട്ടിയിട്ടുള്ള കഥകളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നെനിക്ക് തോന്നാറുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഇന്നത്തെ ഡിസ്കഷൻ ഒത്തിരി ഇതൊരു ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ. ഇപ്പോൾ സാർ പറഞ്ഞില്ലേ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെന്ന് സാറ് വിചാരിക്കുന്നു, പക്ഷേ അവർ ഫിനാൻഷ്യലി ചിലപ്പോൾ ബ്ലണ്ടേഴ്സ് കാണിക്കാം. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഈ വീഡിയോ കാണാനും അതിൽ നിന്ന് എസ്പെഷ്യലി സാറ് എങ്ങനെ ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ലോൺ എടുക്കണേക്കാളും എന്തൊക്കെ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ, വേണ്ട പോലെ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഗുണം കിട്ടിയാൽ നല്ല കാര്യം, സന്തോഷം. പക്ഷേ അവരവർ വിചാരിക്കണം. അതെ, അങ്ങനെ ആവട്ടെ എന്ന് വിശ്വസിക്കാം, ആശംസിക്കാം. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു.